അപ്പോൾ ചേട്ടായിമാരെ ഇതാ ഈ കാർഡാണ് ഇതാ, ഞാൻ 2 ഉണ്ട്, ഇതാ സുനിലേട്ടനൊന്നുണ്ട്, ഇതേപോലെ എല്ലാവരും പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എത്രയും പെട്ടെന്ന് ഈ വീഡിയോസ് നിങ്ങൾ കാണുന്നവർ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഷെയർ ചെയ്ത് കൊടുത്ത് എങ്ങനെ പറയാം, പറ്റിക്കൽപ്പെടാതിരിക്കുക ആരും. ഞങ്ങളെ പറ്റിക്കപ്പെട്ടു, അപ്പം നിങ്ങളും പറ്റിക്കപ്പെടാതിരിക്കുക അല്ലേ സുനിലേട്ടാ? അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് എമർജൻസി ആയിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്യുക. അപ്പോൾ ചേട്ടായിമാരെ, നമ്മുടെ A to Z ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എന്താ വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടന്റ് കാര്യമായിട്ടാണ്. എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജനങ്ങൾ പറ്റിക്കപ്പെടുന്ന ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ എന്താ പറയാ, ഇന്നത്തെ കാലത്ത് എല്ലാവരും പറ്റിക്കൽപ്പെടുകയാണ്. 100-90% ജനങ്ങൾ നമ്മൾ പറ്റിക്കൽപ്പെടുകയാണ് പല രീതിയിലും. അപ്പോൾ അതുപോലെ ഒരു പറ്റിക്കൽപ്പെടല് ഞങ്ങളും അത് സംബന്ധമായി പെട്ടിട്ടുണ്ട്. ആ രീതി നിങ്ങൾ ഇനി ആരും പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുനിലേട്ടാ ഇതെടുക്കുക, കാർഡെടുക്കുക. ഒരു ഇമ്പോർട്ടന്റ് കാര്യം, കൈരളി സമ്മാന പദ്ധതി എന്ന് പറഞ്ഞിട്ട് പാലക്കാടിലെ ഒരു ടീമുകളെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ ചുങ്കമന്നം ജംഗ്ഷനിൽ ഒരുപാട് പേരിനെ പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ ഇതാണ് കാർഡ്, കൈരളി സമ്മാന പദ്ധതി എന്നാണ് ഇതിന്റെ പേര്. അവര് നമ്പറും കാര്യങ്ങളും ബുക്കും വെച്ച് എല്ലാവരുടെ കടയിലും പോയിട്ട് ആഴ്ചക്ക് ചേട്ടായിമാരെ ഞങ്ങൾ പിരിക്കാൻ വരും. ഞങ്ങൾ ഇൻസ്റ്റാൾമെന്റ് സാധനം പോലെ ഫ്രിഡ്ജ് മുതൽ സൈക്കിൾ മുതൽ TV മുതൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. 50 ഐറ്റം സാധനങ്ങളുണ്ട്. ഓരോരുത്തർക്ക് നറുക്കിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവരൊരു ആഴ്ചക്ക് തരും. അതോടുകൂടി നിങ്ങളുടെ പൈസ തരുന്ന അടവ് കഴിയും എന്നാണ് പറഞ്ഞത്. ആ രീതിയിലൊന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ജനങ്ങൾ ഇതിൽ ചേർന്നിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് കടക്കാർ ചേർന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ പറ്റിക്കൽ പ്രസ്ഥാനമാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. സംഭവം ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ശരിക്കും പെട്ടു. ഇവര് വിളിക്കുമ്പോൾ ആദ്യം വിളിക്കുമ്പോൾ പറഞ്ഞു, ഏട്ടാ ഞങ്ങൾ വരുന്നുണ്ട്, ഞങ്ങൾ സാധനം ലോഡ് വരാൻ പോകണം, അങ്ങനെയാണ്, ഞങ്ങൾക്ക് അവസാനമായിട്ടൊരു ഡേറ്റ് ഉണ്ട്, മറ്റേ ഈ മാസം ലാസ്റ്റ് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങൾ ഈ മാസം ലാസ്റ്റ് വരെ എന്തായാലും ഞങ്ങൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കുമ്പോൾ അവർ സ്വിച്ച് ഓഫ് എടുക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ ഗ്രൂപ്പിലുള്ള നമ്പർ നോക്കിക്കഴിഞ്ഞ് നമ്മൾ വിളിച്ച് 1-2 പേരിന് വിളിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഒറ്റപ്പാലത്ത് ഒരു 5-6 പേര് പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒരു ഗ്യാസിൽ വർക്ക് ചെയ്യുന്ന ഒരു ചേട്ടൻ പറഞ്ഞു, ഏട്ടാ ഞങ്ങൾ എല്ലാവരും പെട്ടിട്ടുണ്ട്, 5000, 10,000, 8,000 വെച്ച് പെട്ടിട്ടുണ്ട്. നിങ്ങൾ വിളിച്ചത് വലിയ ഉപകാരമായി, ഞങ്ങൾക്ക് ഭയങ്കര ഇതായി, ഞങ്ങൾ എന്ത് ചെയ്യും പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ വരാം. അതുപോലെ ഓരോ ചേച്ചിമാരൊക്കെയാണ് പെട്ടിരിക്കുന്നത്. പാവം ഓരോ കടകളിൽ നിൽക്കുന്ന, ഷോപ്പുകളിൽ നിൽക്കുന്ന, വർക്ക് ചെയ്യുന്ന ചേച്ചിമാർ അല്ലെങ്കിൽ കടക്കാർ അങ്ങനെയുള്ളവരാണ് പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇനി മേലാലാണെങ്കിലും ആരും ഇവരുടെ മുന്നിൽ പെടരുത്. അതായത് വെച്ചാൽ ഇപ്പോൾ ഇവർ പാലക്കാട് ജില്ലയിൽ മാത്രമാണ് നമുക്കറിയുള്ളൂ. ഇപ്പോൾ വേറെ ജില്ലകളിലൊക്കെ കഴിഞ്ഞിട്ടാണോ നമ്മുടെ പാലക്കാട് ജില്ലയ്ക്ക് വന്നിരിക്കുന്നത് നമുക്കറിയില്ല. അപ്പോൾ വീണ്ടും പറയണേ, അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം എല്ലാവരുടെയും ഷെയർ ചെയ്യണം. എല്ലാ ആളുകൾക്കും ഷെയർ ചെയ്ത് ലോകം ഒട്ടാകെ അറിയിച്ച് ഒരാളും പറ്റിക്കൽപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ ഒരാളും പറ്റിക്കപ്പെടാൻ പാടില്ല. ഇനി ഞങ്ങൾ എന്തായാലും പെട്ടു, ഞങ്ങൾ കുറേ പേര് പെട്ടു. ഇനിയിപ്പോൾ മറ്റുള്ളവർ പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ റിസ്ക് എടുത്തിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഓരോ ടീമുകളിലേക്ക് വിളിച്ച് അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വന്ന എല്ലാവരും കൂടി ഞങ്ങൾ സെറ്റായി ഞങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കാനുള്ള പരിപാടിയാണ്. പോലീസുകാരനെ വിളിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളെല്ലാവരും കൂടി കടലാസിൽ എഴുതി ക്ലിയർ ചെയ്ത് തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ആ പരിപാടിയാണ് ഞങ്ങളിപ്പോൾ പോകാൻ നിൽക്കണേ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം, എല്ലാവരുടെയും ഷെയർ ചെയ്തിട്ട് ഈ വീഡിയോസ് ഇമ്പോർട്ടൻ്റ് ആയി എല്ലാവർക്കും അയച്ചു കൊടുക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കാൻ. ആരും പെടാതിരിക്കുക കേട്ടോ. അപ്പോൾ ശരി.